ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ റോഡുകളിൽ നിറഞ്ഞു നിന്നതാണ് ശരണ്യയുടെ ബസ്സുകൾ. സമയക്ലിപ്തതയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കൃത്യസമയത്ത് ഇപ്പോൾ 10 മണിക്ക് എറണാകുളത്ത് എത്തേണ്ട ബസ്സാണെങ്കിൽ അത് ഇദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ 10:01 ആകില്ല, അതിനു മുമ്പായി കൃത്യമായി തന്നെ എറണാകുളത്ത് ആ വാഹനം എത്തിച്ചേരും. അതൊരു വലിയ വിശ്വാസമായിരുന്നു. ആ ഒരു പ്രസ്ഥാനം തന്നെ ഇന്ന് ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപെടലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇത്തരം ബസ് ഉടമകളെ എത്തിച്ചത്. കോടിക്കണക്കിന് രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ വ്യവസായം നടത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റും KSRTC പറയാം ഞങ്ങൾ നാളെ അങ്ങ് ഓടാൻ പോയി ഏറ്റെടുക്കുകയാണ്. അത് ചെയ്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇന്നത്തെ ലെവലും കൂടെ നിങ്ങൾ മാറി. അതാണ് കേരളത്തിൻ്റെ സ്ഥിതി. എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അസൂയ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻകാരുടെ അസൂയ? ആ അസൂയയിൽ നിന്നാണ് കണ്ണിലെണ്ണ ഒഴിച്ചാണ് ഞാൻ ഈ സർവീസുകൾ നടത്തുന്നത്. നിങ്ങൾ അന്വേഷിച്ചറിയാം വണ്ടിയുടെ ടൈം. 10 മണിക്കൊരു സ്റ്റാൻഡിൽ പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 10:01 അത്ര കറക്റ്റായിട്ട് ഡ്രൈവേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ പെർമിറ്റുകൾ എന്നായാലും തിരിച്ചു കിട്ടും എന്നാണ്. തിരിച്ചു കിട്ടുമ്പോൾ അന്ന് പുതിയ വണ്ടി ഇറക്കി ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതല്ലാതെ ഈ വണ്ടികളെല്ലാം ആക്രി വിലയ്ക്ക് കൊടുക്കേണ്ടി വരും. ഒരാളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു കേരളത്തിലെ 250-ൽ പരം ബസ്സുകൾ ഏറ്റെടുത്ത് ഈ രാജ്യത്തോട് വ്യവസായ സൗഹൃദമാണെന്ന് പറയുന്ന ഒരു കേരളത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്.